അപ്പോഴേ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണേ. ഇന്ന് പകൽ കുറച്ച് മഴ തോർന്നു നിൽക്കുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ പുഞ്ചക്കിരി ഒന്ന് കാണാൻ പോവുക, എങ്ങനെ ഉണ്ടെന്നറിയാൻ. മഴയത്ത് നമ്മുടെ പുഞ്ചക്കരിയിലേക്ക് പോകുന്ന റോഡാണ്. റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ? ഇവിടുത്തെ കൗൺസിലിൻ്റെയൊക്കെ ആരാണോ എന്തോ ഈ റോഡൊക്കെ നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുഞ്ചക്കരി കൊണ്ട് തന്നെ ഇഷ്ടം പോലെ വരുമാനം നമ്മുടെ കോർപ്പറേഷന് കിട്ടും. മഴയത്ത് പുഞ്ചക്കരി വന്നാൽ കാണാൻ പറ്റുന്ന മെയിൻ കാഴ്ചത് ഈ ചൂണ്ടക്കാർ തന്നെയാണ്. എവിടെ നോക്കിയാലും ചൂണ്ടിരിക്കുക. എല്ലാവരും മഴ പെയ്തപ്പോൾ മീൻ പിടിക്കാനുള്ള സെറ്റപ്പില്ല. ഒരു ജോലിയില്ലല്ലോ, മഴ ആയതുകൊണ്ട് ആർക്കും ജോലിക്കൊന്നും പോകണ്ട. അത് കാരണം ചൂണ്ടയായിട്ട് ഇറങ്ങിയേക്കും എല്ലാവരും. ചത്ത് പുള്ളി ഏതാണ്ട് മീനും കൊണ്ട് അങ്ങനെ പോയി. നമ്മുടെ ഓണക്കാലത്ത് ഇവിടുത്തെ ആൾക്കാർ സെറ്റ് ചെയ്ത പൂക്കാണ്. പക്ഷെ ഇതെല്ലാം വാടി തുടങ്ങി. അതെല്ലാം ഇത് ചില രാഷ്ട്രീയക്കാരുടെ പരിപാടിയല്ല. ആരെങ്കിലും എന്തെങ്കിലും മരണം പറയുമ്പോൾ എല്ലാം ഒതുക്കി നീറ്റാക്കി അത് കഴിയുമ്പോൾ ഈ പരിപാടി അതേപോലെ. പക്ഷേ ഇവിടുത്തെ റോഡും കൂടെ ഒന്ന് റെഡിയാക്കുമായിരുന്നെങ്കിൽ ഇവിടെ സെറ്റായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും. ഓണം കഴിഞ്ഞപ്പോൾ ചെടി നോക്കാനും ആളില്ല, ഇപ്പൊ എല്ലാം മറിഞ്ഞ് എല്ലാം ഇത് നശിച്ച് കിടക്കുന്നു. കാരണം അവർക്ക് അപ്പോഴും പൈസ കിട്ടുമായിരുന്നു. ഇതിന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഈ പൂവിന്റെ ഇടയ്ക്ക് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആളിനെ കയറ്റി വരും. അപ്പൊ അത് ഇനി ഇതുകൊണ്ട് ഉപകാരമില്ല. അപ്പൊ ഇനി നോക്കിയില്ല. എന്ത് രസമല്ലേ ഈ മഴയത്ത് ഈ വയല് കാണാനല്ലേ. പച്ചപ്പിന്റെ കളർ ഒന്നുകൂടെ ഇരട്ടിയാക്കും അല്ലേ. പക്ഷെ ഇത് ഈ മൊബൈലിനകത്ത് ഇത്രയും കറക്റ്റ് ക്ലിയർ ആയി കിട്ടുമോന്ന് അറിയത്തില്ല. പെണ്ണുങ്ങളൊക്കെ ചൂണ്ടയിടാനൊക്കെ ഇറങ്ങണം. എല്ലാം ചൂണ്ടയിട്ട് തകർക്കുന്നു. ഇതല്ല ഹിന്ദിക്കാരോ അല്ലേ? ഇതിനകത്ത് മീനുണ്ടോ? ഇതിനകത്ത് മീനേ ഉള്ളല്ലോ. ഇതെന്തോ മീനാ ഇത്? വാളയോ? പിന്നെ യുവമാർക്ക് പിന്നെ മഴക്കാലം കൊണ്ട് പണിയൊന്നുമില്ല, ആർക്കും പണിയില്ല. ഇതൊക്കെ തന്നെ പരിപാടികൾ. വള്ളമൊക്കെ കൊണ്ട് സൈഡിൽ ഒതുക്കിയിട്ടേക്കുന്നു. ഇപ്പം മുങ്ങൂന്ന് തോന്നുന്നു കേട്ടോ, വെള്ളം കയറിയ വള്ളം. ഇപ്പം 2 മഴ കൂടെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങ് പൊങ്ങി റോഡിൽ കയറും തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പുറത്തെ പാടത്തിൽ നിന്ന് വെള്ളം ഫുള്ളായി കഴിയുന്നതിനും ഇപ്പുറത്തോട്ട് വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് കളയുന്നു. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ, അവിടെ മൊത്തം കൃഷിയാണ്. വാഴ, പാവയ്ക്ക, പടവലം, ചീരയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ചീരയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇത് ഈ വെള്ളം ഇനി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം നശിച്ചു പോകും. പാവങ്ങളെല്ലാം കടവൊക്കെ എടുത്തായിരിക്കും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ചൂണ്ടടിയിരുകാരാ. കൊട്ടുമല്ലേ? ആ ചേച്ചിമാരാണോ ചൂണ്ടിടുന്നത്? ഫാമിലി ആയിട്ടാണ് ചൂണ്ടിടുന്നത് ആണോ? ഇത് ഈ ചേച്ചി പിടിച്ച എങ്ങനെയാണ് ഇത്? മീനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റ. ഇവന്മാർക്ക് സന്തോഷമാണ്. കലക്കുള്ളത്ത് ഇവന്മാർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. എല്ലാവരും മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കുക. ആൾക്കാർ ഓണത്തിന് പൂന്തോട്ടം ഒരുക്കിയതാ. സൂര്യകാന്തി ഇതെല്ലാം ഉണങ്ങിക്കേട്ടാ. ജമന്തി മാത്രം പിടിച്ചു ഇപ്പുണ്ട്. നമുക്ക് നല്ല രസമായിരുന്നു ഇവിടെ ഓണ സമയത്ത് കാണാൻ. പൂക്കളെല്ലാം വിരിഞ്ഞ് അടിപൊളിയോടെ നിൽക്കുമായിരുന്നു. ഇവരെല്ലാം പോകുന്നുണ്ട് ഒറ്റ ലൈനായിട്ട്, വരി തെറ്റാതെ. എന്തൊരു അച്ചടക്കത്തോടെ അല്ലേ. ആദ്യം തള്ള പോകുന്നു, പുറകെ മക്കൾ, കുടുംബക്കാർ. നമ്മുടെ മനുഷ്യന്മാർക്കിടയിലേ ക്യൂ ഇത്രയും കൃത്യമായിട്ട് പാലിക്കുന്ന ഒറ്റ സ്ഥലമുണ്ട്, ബിവറേജ്. ബാക്കി എല്ലായിടത്തും ഇടി, അടി, വെട്ട്, കുത്ത് ഇതൊക്കെ തന്നെ. ഇവിടെ ഇടിഞ്ഞു പോയി കേട്ടോ. ഈ മഴ താൻ തോന്നുന്നു. മഴയായാലും വിശപ്പ് തയ്ക്കാൻ പറ്റുമോ അല്ലേ?
ഇവരൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അടിച്ച് കയറ്റുന്നുണ്ടല്ലേ ചേട്ടന്മാരെ പിടിക്കണോണ്ട് ഇവർക്കൊന്നും കിട്ടിയില്ലെന്നോ. എല്ലാരും കയറി കേട്ടോ. അത് നമ്മളെ കണ്ടവൻ തിരിച്ചിറങ്ങി വിട്ട് പോണ നോക്കണ്ട. കുണ്ടിയാട്ടി ഓരോ തൂണിൽ ഒരാളെ ഇരിക്കാവൂ. ആരുടെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മമാര് മീനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എപ്പോൾ മീൻ വെള്ളത്തിൻ്റെ മേലെ വരുന്നോ അപ്പോൾ കൊത്തിയെടുത്തോണ്ട് പറക്കാനുള്ള സെറ്റപ്പ് ഇരിക്കും ഇവന്മാർ. ഇതിനകത്തൊക്കെ മീൻ കാണും. മീൻ കാണത്തില്ല ഇതില്ല. എല്ലാവരുടെയും കയ്യിലും ചൂണ്ടാണ് കേട്ടോ. ഈ പായലിൻ്റെ ആ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ലൊരു കളറല്ലേ. എവിടെ ഇതാണ് നമ്മുടെ ഈ പുഞ്ചക്കരയിലെ ലാസ്റ്റ് വരുന്നത്. ഇവിടെയാണ് ഇത് ആ ഭാഗത്തൊക്കെ ആയിട്ടൊരു മറ്റേ ഈ കിരീടം പാലം. ഇത് നമ്മുടെ ഗവൺമെൻറ് ഇപ്പം ചെറിയൊരു ടൂറിസം പ്ലാനൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതൊക്കെ നല്ലതാണ്. കാരണം ഇവിടെയുള്ള പ്രദേശവാസികൾക്കൊക്കെ ചെറിയ വ്യവസായങ്ങളും ചെറിയ ചെറിയ ഹോട്ടലുകളും ഒക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗണേഷ് കുമാർ സാറിൻ്റെ ഈ ടൂറിസം കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ടൂറിസ്റ്റ് പ്ലേസുകൾ ഓപ്പൺ ചെയ്യുവാനും ആരും അറിയാതെ കിടക്കുന്ന ഹിഡൻ പ്ലേസുകൾ ഓപ്പൺ ചെയ്യുവാനും പുതിയ ടൂറിസം പദ്ധതികളൊക്കെ കൊണ്ടുവരുവാനും അതിലൂടെ നമ്മുടെ കേരളത്തിന് നല്ലൊരു വരുമാനം കിട്ടുവാനൊക്കെ പറ്റുമായിരിക്കും. ഉണ്ടോ ഇതൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ്. എവിടാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഉള്ള ചെറ്റത്തരങ്ങൾ കാണിക്കും. ഉള്ള കുപ്പികളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും. ഇതുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടിട്ട് പണി തീർന്നില്ല. എങ്കിലും കാണിക്കുന്നൊരു മോശം പരിപാടിയില്ലേ. ഇതാണ് കേട്ടോ പുഞ്ചക്കരയിലെ മെയിൻ അട്രാക്ഷനായ കിരീടം പാലം. ഇതിലൂടെയാണ് നമ്മുടെ സേതുമാധവൻ, അതായത് നമ്മുടെ മോഹൻ ലാലേട്ടൻ കണ്ണീർ പൂവും പാടി നടന്നതൊക്കെ. ഇവിടെയൊക്കെ എന്തോ ടൂറിസം പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടങ്ങളും ഈ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്.